ഹലോ ഗൈസ്, നിങ്ങൾ അവസാനമായിട്ട് റീചാർജ് ചെയ്ത പ്ലാൻ ഏതെന്ന് പറയാമോ? ഭൂരിഭാഗം വരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റീചാർജ് പ്ലാൻ ചെയ്താൽ പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. വർഷത്തിലാണെങ്കിലും മാസത്തിലാണെങ്കിലും പറയുന്ന കാര്യം എല്ലാവരും ആ റീചാർജിങ് പ്ലാൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. പുതിയൊരു പ്ലാൻ എന്താണെന്നോ നോക്കാനൊന്നും പോകാറില്ല ആൾക്കാർ ഇപ്പോഴത്തെ ബിസി ടൈമിൽ. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് റോങ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നുണ്ട്. പ്രീപെയ്ഡ് ആണെങ്കിലും അത് പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലും ഈ വില കൂടിയിട്ടുണ്ട് 2026. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം അതിലെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നിങ്ങൾക്ക് കുറെ പൈസ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന ഒരു സിം യൂസ് ചെയ്യുന്നവരെ കുറിച്ചാണ്. കോളിങ്ങിനായാലും ഡേറ്റാസിനായാലും മെസ്സേജിനായാലും ഒരു സിം യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്ലാനുകളാണ് പറയുന്നത്. മന്ത്ലി പ്ലാനിനെ കുറിച്ചാണ് പറയുന്നത്. മന്ത്ലി ആൾക്കാർ യൂഷ്വലി ചെയ്യുന്നത് 2999 ജിയോയും എയർടെലും പ്ലാൻ ഉണ്ട്, 349 VAയിലും ആ പ്ലാനാണ്. മന്ത്ലി പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതെല്ലാം 28 ഡേയ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഡേറ്റ്സ് 12 ചെയ്യുമ്പോൾ നമുക്ക് 336 ഡേറ്റ്സ്, അപ്പോൾ 1 മന്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഒരു മാസം എക്സ്ട്രാ ചെയ്യേണ്ടി വരുന്ന റീചാർജ്. അപ്പോൾ ഇതിനേക്കാളും നല്ല പ്ലാൻസ് മാറി ഈ പ്ലാനുകൾ സ്കിപ്പ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അതിൽ ബെസ്റ്റ് പ്ലാൻ പറയുന്നത് എയർടെലിന്റെ ആണ്. 319 ഒരു പ്ലാൻ ഉണ്ട്, 1.5 GB ഡേറ്റ വരുന്നുണ്ട്, അൺലിമിറ്റഡ് കോൾസ് വരുന്നുണ്ട്, Google One 30 GB നമുക്ക് കിട്ടുന്നുണ്ട്, ആപ്പിൾ മ്യൂസിക് അവൈലബിൾ ആണ്. അടുത്ത പറയുന്നത് ജിയോയ്ക്കും വിഐയുടെ കാര്യമാണ്. ഇത് 25 GB ഡേറ്റ കിട്ടുന്നുണ്ട്, 345 ആണ് വരുന്നത്. 100 SMS ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റും. ജിയോയുടെ ഹോട്ട്സ്റ്റാർ 3 മന്തിലേക്ക് നിങ്ങൾക്ക് ജിയോയിൽ കിട്ടുന്നുണ്ട്. വിഐയിൽ പിന്നെ അങ്ങനൊന്നും കിട്ടുന്നില്ല. ഇത് അത്യാവശ്യം ആ പ്ലാനിനേക്കാളും ബെറ്റർ പ്ലാൻസ് ആണ്. പ്രോപ്പർ 30 ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ പ്ലാനിൽ കിട്ടുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ഒരു പ്ലാനാണ് ക്വാർട്ടർലി പ്ലാൻ. ക്വാർട്ടർലി പ്ലാനിൽ പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടി 3 മന്ത് പ്ലാനുകൾ, ക്വാർട്ടർലി പ്ലാനുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളും ബെറ്റർ പ്ലാൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ പ്ലാനിലും ഈ 3 ഞാൻ കാണിച്ച പ്ലാനിൽ നിങ്ങൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനുകളാണ് ആൾക്കാർ. അതിൽ 84 ഡേയ്സ് കിട്ടത്തുള്ളൂ, 1 മന്ത് പിന്നെ എക്സ്ട്രാ വരുന്നുണ്ട്. വർഷത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു മാസം എന്തായാലും എക്സ്ട്രാ റീചാർജ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ പറയുന്ന ജിയോടെയാണ്. ജിയോയിൽ 899 പ്ലാൻ ഉണ്ട്, പ്രോപ്പർ ആയിട്ട് 90 ഡേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. 2 GB പ്ലസ് 20 GB എക്സ്ട്രാ നിങ്ങൾക്ക് ഈ 90 ഡേറ്റ്സിൽ. പിന്നെ ട്രൂലി അൺലിമിറ്റഡ് 5G കിട്ടുന്നവർക്ക് വേണ്ടിയാണ്, 5G യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ജിയോയുടെ 3 മന്ത് പ്ലാനും ഇവിടെ അവൈലബിൾ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ 3 മന്തും കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ 18 മന്തിന്റെ ജെമിനിയുടെ 5 TB ഇവിടെ ഉണ്ട്. 18 മന്ത്സ് ആണ് ഇവിടെ കിട്ടുന്നത്. 90 ഡേയ്സിന്റെ പ്ലാനാണ് വരുന്നത്. ഇതൊരു ബെറ്റർ ചോയ്സ് പ്ലാൻ, കാരണം പ്രോപ്പർ 90 ഡേയ്സ് പ്ലാൻ കിട്ടുന്നുണ്ട്. ഇത് എയർടെലിൽ സ്റ്റാൻഡ് അലോൺ 5G ആയതുകൊണ്ട് അൺലിമിറ്റഡ് 5G കിട്ടാനില്ല. കാരണം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് അൺലിമിറ്റഡ് 5G എന്ന് പറഞ്ഞ് പേയ്മെന്റ് ചെയ്തിട്ട് ലിമിറ്റേഷൻസ് വെക്കുന്നുണ്ട്. അങ്ങനെ പല സ്കാമുകളും ഇപ്പോൾ എയർടെലിൽ നടക്കുന്നുണ്ട്. കാരണം പല പ്ലാനുകളിലും അവർ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ വായിക്കാതെ അൺലിമിറ്റഡ് 5G എന്ന് പറഞ്ഞിട്ട് കയറും. കാരണം അൺലിമിറ്റഡ് 5G പ്രോപ്പർലി കിട്ടത്തില്ല. കാരണം അൺലിമിറ്റഡ് 5G ഇപ്പോൾ തരുന്നത് നിങ്ങൾ ഡേറ്റ മാക്സിമം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡേറ്റയിൽ നിന്ന് തന്നെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ KBPS ആയിട്ട് കുറയ്ക്കും. അപ്പോൾ സ്പീഡ് നിങ്ങൾ അൺലിമിറ്റഡ് 5G കിട്ടത്തില്ല, 5G തന്നെ കാണിക്കും. അടുത്തത് നിങ്ങൾ 5G വേണ്ട, നിങ്ങൾക്ക് അൺലിമിറ്റഡ് 5G വേണ്ട, 4G ആണെങ്കിൽ നിങ്ങളുടെ ഏരിയാസിൽ 4G ഉള്ളൂ, 5G സിഗ്നൽ അത്ര സ്പീഡ് ഇല്ല, വെറുതെ നമ്മൾ 5Gക്ക് അൺലിമിറ്റഡ് കൊടുത്ത് പൈസ കളയണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് പ്ലാനാണ്. ഞാൻ 4G ഓൺലി പ്ലാനാണ് പറയുന്നത്. 4G പ്ലാനിൽ 799 പ്ലാനാണ് വരുന്നത്, 84 ഡേയ്സ് വരുന്നുണ്ട്, 1.5 GB ഡേറ്റ, 18 മന്തിന്റെ ജെമിനി പ്രോ 5 TB തന്നെ കിട്ടുന്നുണ്ട് നമുക്കിവിടെ. ഇത് അത്യാവശ്യം പ്രോപ്പർ 4G പ്ലാനാണ് വരുന്നത്. ഇവിടെ അൺലിമിറ്റഡ് 5G അവൈലബിൾ അല്ല, 5Gയും കാണിക്കത്തില്ല. അടുത്ത പ്ലാൻ വിഐയുടെ ആൾക്കാർക്ക് വേണ്ടിയാണ്. അൺറേറ്റ് ചെയ്തൊരു പ്ലാനാണ്, 859 പ്ലാനാണ്. 84 ദിവസം കിട്ടുന്നുണ്ട്, 1.5 GB ഡേറ്റ, 5G ഫ്രീ നൈറ്റ് ഡേറ്റ വരുന്നുണ്ട്. വീക്കെൻഡിൽ 12 മണി തൊട്ട് 6 മണി വരെയാണ് വരുന്നത്. ഇവിടെ 5G അവൈലബിൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് 5G കിട്ടത്തില്ല. വീക്കെൻഡ് ഡേറ്റ റോൾ വരുന്നുണ്ട് ഇതിനകത്തിൽ. വീക്കെൻഡ് ഡേറ്റ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ വലുതായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ആ ബാക്കി വരുന്ന ഡേറ്റ നിങ്ങൾക്ക് ശനി ഞായർ ഉപയോഗിക്കാൻ പറ്റും. അതും 12 മണി തൊട്ട് 6 മണി വരെ ഉള്ളൂ. ആനുവൽ പ്ലാനിൽ 360 ദിവസം കിട്ടുന്നുണ്ട്. 3ൽ ഒരേ പ്രൈസ് തന്നെയാണ്. 3599 എന്ന് പറഞ്ഞ പ്ലാനാണ് വരുന്നത്. എയർടെലിലും ജിയോയിലും വിഐയിലും വരും. 2.5 GB ജിയോയിൽ കിട്ടുന്നുണ്ട്, 2 GB കിട്ടുന്നുണ്ട്, 2 GB വിഐയിൽ കിട്ടുന്നുണ്ട്. അൺലിമിറ്റഡ് 5G രണ്ടിലും കിട്ടുന്നുണ്ട്, ജിയോയിലും എയർടെലിലും കിട്ടുന്നുണ്ട്, വിഐയിലും കിട്ടുന്നുണ്ട് അൺലിമിറ്റഡ് 5G. പിന്നെ അൺലിമിറ്റഡ് കോൾസ് 365 ദിവസം ഉണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ 3 മന്ത് നമുക്ക് ജിയോയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ജെമിനി പ്രോ നമുക്ക് ജിയോയിൽ അവൈലബിൾ ആണ്, പ്രോ 5 TB. ചില സമയത്ത് ജിയോയിൽ ഒരു പ്ലാൻ വരുന്നുണ്ട്, 3199 എന്ന് പറഞ്ഞ പ്ലാൻ. അത് 365 ദിവസം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അൺലിമിറ്റഡ് 5G ആണ്, 2 GB പെർ ഡേറ്റ കിട്ടുന്നുണ്ട്. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ നമുക്ക് 1 ഇയറിൽ കിട്ടുന്നുണ്ട്. പിന്നെ രാത്രി 12 AM to 12 PM അൺലിമിറ്റഡ് ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഇത് വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്ലാനാണ്. പക്ഷേ ഈ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക കേട്ടോ. ഇനി നമുക്ക് നോക്കാവുന്ന നിങ്ങൾ കോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ഒരു സെക്കൻഡറി സിം ആയിട്ട് യൂസ് ചെയ്യണം. സെക്കൻഡറി സിം ആയി യൂസ് ചെയ്യുന്നത്
കോള് മാത്രം എടുത്താൽ മതി എന്നുള്ളവർക്ക് വേണ്ടിയുള്ള പ്ലാനാണ്. അത്യാവശ്യം SMS അയച്ചാൽ മതി. ബിസിനസ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള, അവർക്ക് ഈ ആവശ്യമില്ലാത്ത ഡേറ്റയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അൺലിമിറ്റഡ് 5G ഒന്നും ആവശ്യമില്ല. വീട്ടിൽ വൈഫൈ ഉണ്ട്, കമ്പനിയിലും വൈഫൈ ഉണ്ട്. അധികം ഡേറ്റാസ് വേണ്ടാത്തവർക്കും കോള് മാത്രം മതി എന്നുള്ളവർക്ക് വേണ്ടി ഇത് കോളിങ്ങും SMS മാത്രം മതിയെങ്കിൽ ഈ ഒരു പ്ലാനാണ് ഞാൻ ഈ പറഞ്ഞവർക്ക് വേണ്ടി 448 പ്ലാനാണ്. 160 പെർ മന്തിലേ വരുന്നുള്ളൂ. ചെയ്യുമ്പോൾ 448 കൊടുക്കും. 84 ഡേറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അൺലിമിറ്റഡ് കോൾസ് 1000 SMS നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എയർടെല്ലും VIയിലും 1000 മണ്ടയ്ക്കോട്ടേ ഉള്ളൂ പ്ലാൻ. 1849. അത് എയർടെല്ലും ജിയോയും സെയിം പ്രൈസ് ആണ് വരുന്നത്. പിന്നെ 151 റുപ്പീസ് ആണ് മന്ത്ലി വരുന്നത്. 365 ദിവസം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 1600 SMS വരുന്നുണ്ട്. പിന്നെ അഡോബ് എക്സ്പ്രസ് പ്രീമിയർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ OTT കാലഘട്ടമല്ലേ, അപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ റീചാർജ് ചെയ്യുന്നവർക്ക് വേണ്ടി, പിന്നെ റീചാർജ് ചെയ്യുന്നവർ, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്ലാൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ എല്ലാം നമുക്ക് എയർടെല്ലും ജിയോയിലും ഒക്കെ ഓൾമോസ്റ്റ് ആവശ്യമില്ലാത്തതും എല്ലാ OTT പ്ലാറ്റ്ഫോംസും ഒരുവിധം കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ട OTT പ്ലാറ്റ്ഫോം അവിടെ മിസ്സിംഗ് ആയിട്ട് ചിലതും വരാറുണ്ട്. ബെസ്റ്റ് പ്ലാൻസ് ഞാനിപ്പോൾ ജിയോടെയാണ് പറയുന്നത്. ജിയോയിൽ ഞാനിത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ മാത്രം വേണ്ടവർക്ക് 859 പ്ലാൻ ഉണ്ട്. 2GB ഡേറ്റ, 84 ഡേറ്റ്സ് ആണ്. ട്രൂലി അൺലിമിറ്റഡ് 5G അവൈലബിൾ ആണ്. 3 മന്ത് നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്. അതേസമയത്ത് നിങ്ങൾ 1299 രൂപ കൊടുക്കാമെങ്കിലും സെയിം പ്ലാൻ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് 3 മന്തും കൂടെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു 859 7 രൂപ നിങ്ങൾ ലാഭിച്ചു. അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോയിലും എയർടെല്ലും ആണ്. 200 റുപ്പീസിന്റെ പ്ലാൻസ് ആണ്. ഡേറ്റാസും കിട്ടുന്നത് OTT ഡേറ്റാസ് 28 ഡേറ്റ്സ് 30GB ആണ്. രണ്ടിലും വരുന്ന ട്രൂലി അൺലിമിറ്റഡ് 5G ഉണ്ട്. ജിയോയിൽ അൺലിമിറ്റഡ് 5G ആണ്. ഹോട്ട്സ്റ്റാർ നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട്. എയർടെല്ലും അവൈലബിൾ ആണ്. സോണി ലീവും കിട്ടുന്നുണ്ട് രണ്ടിലും. C5 രണ്ടിലും ഉണ്ട്. യൂട്യൂബിന്റെ പ്രീമിയം നമുക്ക് ജിയോയിലേ ഉള്ളൂ. എയർടെല്ലിൽ പിന്നെ എയർടെൽ എക്സ്ട്രീം പ്രീമിയം അവൈലബിൾ ആണ്. അതിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എയർടെലിന് വേണ്ടി ഒരു ബെസ്റ്റ് OTT പ്ലാറ്റ്ഫോം കൂടെ 279 പ്ലാന് 1 മന്ത് ഉണ്ട്. 30 ഡേയ്സ് ഉണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ, C5, സോണി ലീവ്, നെറ്റ്ഫ്ലിക്സിന്റെ ബേസിക് 199 രൂപയുടെ പ്ലാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 1 മന്തിലേക്ക്. ഇതൊരു നല്ല പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു എയർടെൽ സിം യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി. 279 പ്ലാൻ. VIക്ക് ഒന്നും ഇല്ലെന്ന് പറയേണ്ട. VIക്ക് ഒരു പ്ലാൻ ഉണ്ട്. 175 ഒരു പ്ലാൻ ഉണ്ട്. 28 ഡേയ്സ് വരുന്നുണ്ട്. 10GB ഡേറ്റ വരുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലീവ്, C5, MX പ്ലെയർ ആണ് വരുന്നത്. ഇതും ഒരു അത്യാവശ്യം നല്ലതാണ്. ഈ പറഞ്ഞതിനൊന്നും നിങ്ങൾക്ക് കോൾസ് അവൈലബിൾ അല്ല. ഓൺലി ഫോർ OTT പ്ലാറ്റ്ഫോംസ്. അടുത്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് പ്ലാൻസ് ആണ് പറയുന്നത്. പോസ്റ്റ് പെയ്ഡ് പ്ലാൻസ് നിങ്ങൾ സിംഗിൾ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ട് എനിക്ക് പറയുന്നത്. അതിലൊരു പ്ലാൻ ഞാൻ പറഞ്ഞു. 449 പ്ലാൻസ് ഉണ്ട്. പ്ലസ് GST വരുന്നുണ്ട്. ഒരാൾക്ക് 150 വെച്ചേ വരുന്നുള്ളൂ. 2GB ഡേറ്റ ഉണ്ട്. 20GB എക്സ്ട്രാ വരുന്നുണ്ട്. 449 നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ വർഷത്തിൽ 12,700 വരുന്നുള്ളൂ. 90GB കിട്ടുന്നുണ്ട്. 75GB ഓൾറെഡി ബേസ് ഉണ്ട്. അതിൽ 5GB നമുക്ക് വെച്ച് കിട്ടുന്നു. അൺലിമിറ്റഡ് 5G അവൈലബിൾ ആണ്. 4 പ്രീപെയ്ഡ് പ്ലാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ പ്രൈസ് കൂടുതലാണ്. പോസ്റ്റ് പെയ്ഡ് ആണ് ബെറ്റർ. ഇതാണ്ട് കണക്കൂട്ടി വരുമ്പോൾ 4 പേർക്ക് ചെയ്യുവാണെങ്കിൽ ഏകദേശം 14,396. അതേ സമയത്ത് പോസ്റ്റ് പെയ്ഡ് ചെയ്യുമ്പോൾ 12,700 വരുന്നുള്ളൂ. അതിൽ 1,696 രൂപ നിങ്ങൾക്ക് ലാഭം വരും. അത്ര പോസ്റ്റ് പെയ്ഡ് പ്ലാൻ നിങ്ങൾക്ക് കൺവീനിയൻസ് ഒക്കെ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേറൊരു പ്ലാൻ ഉണ്ട് പറയുന്നത്. ജിയോയിലും എയർടെല്ലിലും 749 പ്ലസ് പെർ പേഴ്സൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് വർഷത്തിൽ വരുമ്പോൾ 16,977 രൂപ വരും. 1000GB വരുന്നുണ്ട്. 5GB ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ട്രൂലി അൺലിമിറ്റഡ് ആണ് ജിയോയിൽ വരുന്നത്. ഇവിടെ അൺലിമിറ്റഡ് 5G തന്നെ 4G അവൈലബിൾ ആണ്. പിന്നെ 300GB FOP അവൈലബിൾ ആണ് പെർ പേഴ്സൺ വെച്ച്. ഫാമിലി 4 ആണ്. 4 പേർക്ക് വെച്ചുള്ള പ്ലാനാണ് ഈ പറഞ്ഞേക്കുന്നത് ജിയോയുടെ എയർടെലിന്റെ. ഇവിടെ ജിയോയിൽ ട്രൂലി അൺലിമിറ്റഡ് 5G ആണ്. ഇവിടെ ലിമിറ്റേഷൻസ് ഒന്നും പറയുന്നില്ല ജിയോയിൽ. പക്ഷെ അതേ സമയത്ത് എയർടെലിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. 300GB ലിമിറ്റേഷൻസ് ആണ് വെച്ചിട്ടുള്ളത്. അത് കഴിയുമ്പോൾ ഡേറ്റാസിന്റെ സ്പീഡും കുറയും, ഡേറ്റയും കുറയും. ജിയോയിലാണെങ്കിൽ അത് വരുന്നില്ല. ഇതിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നെറ്റ്ഫ്ലിക്സ് ബേസിക് വരുന്നുണ്ട്. 3 മന്ത് ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ട്. 1 ഇയർ ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ട്. ആമസോൺ പ്രൈം ഉണ്ട്. 6 മന്ത് മറ്റേ ആമസോൺ പ്രൈം അവൈലബിൾ ആണ് ഇവിടെ. മറ്റേ ആമസോൺ ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ 18 മന്ത് ആണ് പ്രോ ജെമിനി 5TB കിട്ടുന്നുണ്ട്. ആപ്പിൾ TV, Google One ഒക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ. ഈയിടെ ഉണ്ട് ഇതുപോലത്തെ പ്ലാൻസ്. പക്ഷേ എയർടെലും ജിയോ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അതിനെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിം ആക്ടിവേഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരു സിം റീചാർജ് ചെയ്ത് ആക്റ്റീവായിട്ട് സിം വെച്ചേക്കോ. നിങ്ങൾ ബാങ്കിനൊക്കെ യൂസ് ചെയ്തേക്കുന്ന സിം ആക്ടിവേഷൻ ചെയ്ത് വെക്കണം. വെളിയിലുള്ളവരൊക്കെ ഗൾഫിലും പല രാജ്യത്തും ഉള്ളവർ നാട്ടിലത്തെ സിം ഒന്ന് ആക്ടിവേറ്റ് ആക്കി വെക്കണം. ഞാൻ വരുമ്പോൾ അത് യൂസ് ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പ്ലാനാണ് പറയുന്നത്. നിങ്ങൾക്ക് 2 തരം ചൂസ് ചെയ്യാം. ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്ലാനുകൾ സെലക്ട് ചെയ്യാം നമുക്ക്. അതിലിപ്പോൾ ജിയോയിലും എയർടെലും VIയിലും 189 പ്ലാൻ ഉണ്ട്. 28 ഡേയ്സ് ഉണ്ട്. 2
2 GB ഡേറ്റ കിട്ടുന്നുണ്ട്, അൺലിമിറ്റഡ് കോൾസ് അവൈലബിൾ ആണ്, 300 SMS ചെയ്യാം. ഇതൊന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല, കാരണം ആക്ടിവേഷന് വേണ്ടിയാണ് യൂസ്. പക്ഷേ ഇതിന്റെ റൂൾ പ്രകാരം പേർക്കും അറിയാത്തൊരു കാര്യമാണ് 28 ഡേയ്സ് കഴിഞ്ഞ സിം കട്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. വൺസ് ഐ റീചാർജ്, നമ്മൾ ഒരു തവണ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 28 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ 90 ഡേയ്സ് അവൈലബിൾ ആണ്. 28 ഡേയ്സ് കൂട്ടിയാണ് 90 ഡേയ്സ്, നമുക്ക് പിന്നെ സിം കട്ടാവത്തില്ല. 20 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് 90 ഡേയ്സ് വരെ ആ സിം വാലിഡ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് സിം കട്ടാക്കാനുള്ള റൂളുണ്ട്. പിന്നെ വോയിസ് ഉള്ള പ്ലാനുകളാണ്. അതിൽ 448 പ്ലാൻ ഉണ്ട്. 160 പെർ മന്തിൽ വരുന്നുള്ളൂ. 84 ഡേയ്സ്, അൺലിമിറ്റഡ് കോൾസ്, 1000 SMS ചെയ്യും. വി ഐയിൽ നോക്കുവാണെങ്കിൽ 184 പ്ലാൻ ഉണ്ട്. രണ്ടിലും 184 ആണ്. 151 പെർ മന്തിൽ വരുന്നുള്ളൂ. 365 ദിവസം കിട്ടും. അൺലിമിറ്റഡ് കോൾസ്, 3600 SMS രണ്ടിലും ഉണ്ട്. പിന്നെ ഇവിടെ എയർടെൽ അഡോബ് പ്രീമിയർ അവൈലബിൾ ആണ്. ഇതും വോയിസ് ഉള്ള പ്ലാനിൽ അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾ വർഷത്തിൽ നോക്കുന്നവർ ഇനി നോക്കണ്ടാവും. അപ്പോൾ 305 ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് 90 ദിവസം പിന്നെയും ബാലൻസ്ഡ് ആയിട്ട് സിം കട്ടാവാതെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. BSNL ആരും വിഷമിക്കേണ്ട. തവണ ഞാൻ വേറെ നല്ല പ്ലാൻസ് കുറേ കാര്യങ്ങളൊക്കെ BSNL കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്, എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണണ്ടേ.